ഏറ്റവും വലിയ സർവകലാശാല ജനങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് വികസനം നടത്തിയ വികസനങ്ങളും നടത്താൻ പോകുന്ന വികസനങ്ങൾ, ഫണ്ട് വെച്ച വികസനങ്ങളും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു വികസന മാപ്പ് തയ്യാറാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. നമ്മുടെ ഈ 10 വർഷക്കാലത്ത് ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഒരു യുദ്ധം ലോകത്ത് നടക്കുമ്പോൾ അത് എങ്ങനെ എന്നെ ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. LDF സ്ഥാനാർത്ഥി എല്ലാവരുടെയും പട്ടാമ്പിക്കാരുടെ സ്വന്തം സഖാവ് മുഹമ്മദ് മുഹ്സിൻ സാർ, നമസ്കാരം. നമസ്കാരം. പ്രത്യേകിച്ച് മുഹമ്മദയുടെ ആവശ്യമൊന്നുമില്ല, എന്നായിരുന്നു 10 വർഷങ്ങൾ. ആ 10 വർഷങ്ങൾ എന്താണ് അങ്ങയുടെ അനുഭവം? 10 വർഷങ്ങൾ പട്ടാമ്പിയെ പുതുക്കി പണിയാനുള്ള വലിയ ശ്രമങ്ങൾ നടന്ന 10 വർഷങ്ങളാണ്. അടിസ്ഥാനപരമായി പട്ടാമ്പി മണ്ഡലത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതികൾ എല്ലാ പഞ്ചായത്തിലും ഫണ്ട് അനുവദിച്ചതും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതും ഈ 10 വർഷത്തിലാണ്. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ വന്നത് ഈ കാലത്താണ്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വന്നത് ഈ കാലത്താണ്. കൊപ്പം പോലീസ് സ്റ്റേഷൻ വന്നത് ഈ കാലത്താണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിരവധി തടയണകൾ ഈ കാലയളവിൽ നമുക്ക് കിഫ്ബി ഫണ്ട് വഴി വന്നിട്ടുണ്ട്. റോഡുകൾ, ഏറ്റവും കൂടുതൽ റോഡുകൾ ഇപ്പൊ പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ PWD റോഡുകൾക്കും ഫണ്ട് വെച്ചത് ഈ കാലത്താണ്. അപ്പൊ നിങ്ങൾ വരുന്ന റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കും. അപ്പൊ അങ്ങനെ എല്ലാ റോഡുകളും, ടൗൺ നവീകരണങ്ങൾ നടന്നത് ഈ കാലത്താണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്റർ വന്നത് ഈ കാലത്താണ്. മൈനോറിറ്റി കോച്ചിങ് സെന്റർ വന്നത് ഈ കാലത്താണ്. അതോടൊപ്പം 110 kV സബ്സ്റ്റേഷൻ വന്നത് ഈ കാലത്താണ്. ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള വികസനങ്ങൾ, ഫ്ലൈ ഓവറുകൾ, പട്ടാമ്പി പാലം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരമാവധി വികസനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂ ടവർ, മുനിസിപ്പൽ ടവർ, താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ, പൂട്ടിപ്പോകാനുള്ള സ്കൂളുകൾ പട്ടാമ്പി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇന്ന് എല്ലാ സ്കൂളുകളും മികച്ച സൗകര്യങ്ങളുള്ള, മികച്ച കെട്ടിടങ്ങളുള്ള സ്കൂളുകളായി മാറി. അപ്പോൾ വികസനം തന്നെയാണ്. മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് വികസനം നടത്തിയ വികസനങ്ങളും നടത്താൻ പോകുന്ന വികസനങ്ങൾ, ഫണ്ട് വെച്ച വികസനങ്ങളും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു വികസന മാപ്പ് തയ്യാറാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. പട്ടാമ്പി മണ്ഡലത്തിലാണത് നടന്നത്. അതിന്റെ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വികസനം മാത്രമല്ല, ക്ഷേമപ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 12 കോടിയിലധികം വരുന്ന തുക ഈ കാലയളവിൽ പാവപ്പെട്ട രോഗികൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം മറ്റു നിരവധി കാര്യങ്ങൾ ഈ കാലയളവിൽ ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ കൂട്ടത്തിലൊരാളായിട്ട്, ഓരോ വീട്ടിലെയും ഈ പട്ടാമ്പി മണ്ഡലത്തിലെ ആളുകളുടെ കുടുംബത്തിലൊരാളായിട്ടാണ് നിന്നിട്ടുള്ളത്. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്കുള്ളത്. പക്ഷെ പട്ടാമ്പിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു എതിരാളികളില്ലാത്ത, സ്വന്തം വീടിന്റെ ഒരു അംഗത്തെ പോലെ കരുതുന്ന ജനങ്ങൾ. കാരണം ഉറപ്പാണ് ഇനിയോട് 5 വർഷം കൂടി. ഞാൻ ഇന്ന് ആരാണോ അത് ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ MLA ആയത്. MLA എന്നുള്ള പ്രിവിലേജിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഈ വികസനങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പൊ അൾട്ടിമേറ്റ്ലി പവർ കിടക്കുന്നത് ജനങ്ങളിലാണ്. അപ്പൊ ഞാൻ എപ്പോഴും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലും എനിക്കല്ല പവർ, ജനങ്ങൾക്കാണ് പവർ എന്നത് തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുക. അല്ലേ, അവരാണ് എന്നെ ഞാനാക്കിയത്. മാത്രമല്ല, പുതിയ പല അറിവുകളും വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളാണെങ്കിലും, എന്നെ ഉപദേശമാണെങ്കിലും ഏറ്റവും വലിയ സർവകലാശാല ജനങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു അഹങ്കാരവും ഇല്ലാതെ, ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു അഹംഭാവം ഒന്നുമില്ലാതെ ജനങ്ങളുടെ കൂടെ, അവരുടെ കൂട്ടത്തിലൊരാളായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് കൂട്ടത്തിലൊരാളായതുകൊണ്ട് പരിഗണിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചും പാലക്കാട്, പട്ടാമ്പി ഈ മണ്ഡലങ്ങളിൽ അതിനു മുമ്പത്തെ ഒരു കാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായി നവകേരളത്തിലേക്ക്, പുതിയ കേരളത്തിന്റെ ഒരു യാത്രയായിരുന്നു. അതായത് ഈ നമ്മുടെ ഈ 10 വർഷക്കാലത്തെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ കിഫ്ബി വഴി എത്ര ഫണ്ടുകളാണ് പട്ടാമ്പി മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് ഫണ്ടുകളാണ്. ഫ്ലൈ ഓവറുകൾക്ക് ഫണ്ട്, പട്ടാമ്പി പാലത്തിന് ഫണ്ട്, ഇൻഡോർ സ്റ്റേഡിയം ഇപ്പൊ ടെൻഡർ ചെയ്തു നമ്മുടെ പട്ടാമ്പി കോളേജിൽ തന്നെ ക്വാർട്ടേഴ്സിനുള്ള ഫണ്ട് വന്നു. 34 കോടി രൂപയാണ് റവന്യൂ ടവറിന് ഫണ്ട് വന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പൽ ടവറിന് ഫണ്ട് വന്നത്. ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട റോഡ്, പട്ടാമ്പി റോഡ്, അതിനും കിഫ്ബി വഴിയാണ് ഫണ്ട് വന്നത്. അതോടൊപ്പം തന്നെ തടയണ, കാലടിക്കുന്ന തടയണ, അതിനും കിഫ്ബിയാണ് ഫണ്ട്. ഇങ്ങനെ കിഫ്ബി വഴി നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് പട്ടാമ്പി മണ്ഡലത്തിന് ലഭ്യമായി എന്നുള്ളതാണ്. അത് നമ്മൾ ജനങ്ങളുടെ ഒരു ആവശ്യം, അത് ഒരു പ്രോജക്റ്റായിട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും അതിനാവശ്യമായ ഫണ്ട് നമ്മുടെ ഗവൺമെന്റ് തരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അപ്പൊ പട്ടാമ്പിയുടെ വികസനം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഞാൻ ഇതിന്റെ പ്രൊജക്റ്റും മറ്റും തയ്യാറാക്കാൻ അതിന്റെ പിറകെ നടക്കുന്നു എന്നുള്ളതിൽ അതിന്റെ വലിയൊരു ബാക്കപ്പ് നമ്മുടെ സർക്കാരാണ് തന്നിട്ടുള്ളത്. സർക്കാരിനോടും വലിയ നന്ദി.
നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ആ സർക്കാർ കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഞാൻ. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ 10 വർഷത്തിനിടയിൽ ഒരുപാട് ദുരന്തങ്ങളെ നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. വെള്ളപ്പൊക്കമായാലും നമ്മുടെ കോവിഡ് ആയാലും. പക്ഷെ ജനങ്ങളൊപ്പം അങ്ങ് നിന്ന് എല്ലാം എന്താ പറയുക, വളരെ ലളിതമായി പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമായി അതിനെ തരണം ചെയ്യും. കോവിഡ് കാലത്ത് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ ക്വാറന്റൈനിലായ ആളുകളെ അത് ജനകീയമായിട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, മറ്റു രാഷ്ട്രീയത്തിലുള്ളവരും നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളവരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാനും മരുന്നെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു. ഗവൺമെന്റ്, നമ്മൾ ചിലർ കളിയാക്കാറുണ്ട്, പക്ഷെ ആ കിറ്റുകൾ കൃത്യമായി വീട്ടിലെത്തിയോണ്ട് പട്ടിണി ഉണ്ടായില്ല. നമ്മൾ പഞ്ചായത്തുകൾ സാമൂഹ്യ അടുക്കള ഉണ്ടാക്കി ഫുഡ് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ വഴിയിൽ ആയിപ്പോയ ആളുകളടക്കം ഫുഡ് ലഭ്യമായി. താലൂക്ക് ആശുപത്രി തികയാതെ വന്നപ്പോൾ നമ്മൾ പട്ടാമ്പി കോളേജ് മുഴുവനായിട്ട് ഒരു ആശുപത്രിയാക്കി മാറ്റി. ഓക്സിജൻ സിലിണ്ടറും സൗകര്യങ്ങളും എല്ലാം ഒരുക്കി ആളുകൾക്ക് അത്തരത്തിലുള്ള വിദഗ്ധ ചികിത്സ പോലും ലഭ്യമാക്കുന്ന തരത്തിലേക്ക് മാറി കോവിഡ് കാലത്ത്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഈ പ്രദേശങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട സ്കൂളുകളെല്ലാം തന്നെ ഈ ആളുകളെ ക്വാറന്റൈനിലാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ആ തരത്തിലുള്ള ഒരു ജനകീയ പ്രവർത്തനം നടന്നു. പ്രളയകാലത്തും ഇത്തരത്തിൽ ജനകീയമായിട്ടുള്ള ഒരു പ്രവർത്തനം, അതിൽ റവന്യൂ വകുപ്പ്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടന്നുകൊണ്ട് ഒരു അടയാളവും കോവിഡ് വന്നു പോയിന്നോ പ്രളയം വന്നു പോയി എന്നുള്ള ഒരു അടയാളവും ബാക്കി വെക്കാതെ എല്ലാം നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതാണ് ഒരു കൂട്ടായ്മയോടുകൂടി നടത്തിയ ഒരു വിജയം എന്ന് പറയുന്നത്. JNUവിൽ പഠിച്ച കുറെ കാലഘട്ടം, അന്ന് ഈ പേര് മുഹമ്മദ് മുഹസിൻ പേര് യുവാക്കൾക്ക് ഒരു ഹരമായിരുന്നു. ഇപ്പോഴും ഹൃദയത്തിൽ അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് എന്തെങ്കിലും 2 ഓർമ്മകൾ, ആ ഒരു തീപ്പൊരി കാലം. JNUവിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ എന്ത് അനീതി നടന്നാലും അതിനെതിരെ പ്രതികരിക്കുകയും അത് നമ്മുടെയും കൂടെ വിഷയമാണ്, അത് വേറെ എവിടെയെങ്കിലും നടന്നൊരു വിഷയമല്ല, അത് എൻ്റെ കൂടെ വിഷയമാണ് എന്ന് കരുതി അവിടെ നമ്മൾ സംസാരിക്കുകയോ പ്രൊട്ടസ്റ്റ് നടത്തുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന ഒരു സംസ്കാരമായിരുന്നു. അങ്ങനെ നമ്മളെപ്പോഴും ലോകത്ത് നടക്കുന്ന, നമ്മുടെ ചുറ്റുപാടും മുതൽ എല്ലായിടത്തും നടക്കുന്ന വിഷയങ്ങൾ എൻ്റെ വിഷയമാണ് എന്ന് കരുതി അതിൽ ഇടപെടുകയോ അതിൽ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ടുവരികയോ ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്നാൽ ഈ സമരം ചെയ്യുമ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്തിരുന്നു. ഇപ്പൊ JNUവിന്റെ ആ ഒരു രീതി പൊതുവെ മാറിയിട്ടുണ്ട്. ഞാൻ അതല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള JNUവിലെ വിദ്യാർത്ഥികളാണെങ്കിലും ഇത്തരത്തിലുള്ള സമരങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ എന്താണ് ഗാസയിൽ നടക്കുന്നതുകൊണ്ട് എനിക്കെന്താ പ്രശ്നം, അല്ലെങ്കിൽ മറ്റു വേറെ ഉക്രൈനിൽ യുദ്ധം നടക്കുമ്പോൾ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ചെറിയ അനീതി നടക്കുമ്പോൾ എനിക്കെന്താണ് പ്രശ്നം, ഈ നാട്ടിൽ എന്തിനാ നമ്മൾ സമരം ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന മനുഷ്യര്, JNUവിലുള്ള മനുഷ്യരെയും ഇടതുപക്ഷ ആളുകളെയും ഒക്കെ കളിയാക്കിയിരുന്നവരുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മള് കല്യാണം മാറ്റി വെച്ചു, ഗ്യാസ് അങ്ങനെ കിട്ടും. പല ഹോട്ടലുകളിലും അവിടുത്തെ മെനു മാറ്റിയിട്ട് കുറച്ച് ലിസ്റ്റ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ, കാരണം ഗ്യാസ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു യുദ്ധം ലോകത്ത് നടക്കുമ്പോൾ അത് എങ്ങനെ എന്നെ ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ തുടങ്ങി. അപ്പൊ JNU നമ്മളെ പഠിപ്പിച്ചത് അതാണ്. ലോകത്തിന്റെ എവിടെ നടക്കുന്ന അനീതിയാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും കൂടെ ബാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീതിക്ക് വേണ്ടി എപ്പോഴും നിലയുറപ്പിക്കണം എന്നാണ് JNU പഠിപ്പിച്ച പാഠം. അതിപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു മാധ്യമ സംസ്കാരം അത് വളരെ പോസിറ്റീവായി, വളരെ ഹെൽത്തിയായി. ഒരു മാധ്യമങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട്, അതായത് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന മേഖലയുണ്ട്. അതായത് മനുഷ്യർക്ക് കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പോകാതെ അവർക്ക് വിവരങ്ങൾ പഠിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു മേഖലയാണ് മാധ്യമങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത് വളരെ പോസിറ്റീവായി പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ മാറണം. അപ്പൊ അതിനൊരു മാതൃകയായി, ഒരു മോഡലായിട്ട് കനല് മാറട്ടെ എന്ന് എല്ലാവിധ ആശംസ.